And our goal is not in her. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമ്മൾ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ ഓൾറെഡി തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ ഇൻകം കാൽക്കുലേഷനും അതുപോലെ ടാക്സിന്റെ റേറ്റും പഠിച്ചു. പിന്നെ അഗ്രികൾച്ചർ ഇൻകത്തിന്റെ ഇൻ്റഗ്രേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ആണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം അഗ്രികൾച്ചർ ഇൻകത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ സ്റ്റെപ്സ് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. അത് സ്റ്റെപ്സിൻ്റെ വീഡിയോ കാണാത്തവർ ലിങ്കിൽ ചെന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ ചെന്നിട്ട് ആദ്യം അതിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം ഇങ്ങോട്ട് വരാൻ കേട്ടോ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. മിസ്റ്റർ എ ഹാസ് പ്രൊവൈഡഡ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഓഫ് ഹിസ് ഇൻകം ഫോർ ദ ഇയർ 2019-20. ഇപ്പോൾ ഇൻകം നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ടഡ്, ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള തന്നത്, നമുക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. 2,40,000 തന്നിട്ടുണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് കമ്പ്യൂട്ടഡാണ് തന്നിട്ടുള്ളത്, 2,80,000. പിന്നെ അഗ്രികൾച്ചർ ഇൻകം തന്നിട്ടുണ്ട് 60,000. കമ്പ്യൂട്ട് ഇസ് ടാക്സ് ലയബിലിറ്റി അസ്യൂമിങ് ഹിസ് ഏജ് ഇസ് എ 50 years, ബി 62 years. ഇപ്പം രണ്ട് കേസിലുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന് 50 yearsലതും ഒന്ന് 62 yearsലതും. അപ്പം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഇൻകം ആഡ് ചെയ്യുക, എന്തെങ്കിലും നമ്മുടെ ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക, അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻകം ആഡ് ചെയ്യുന്ന സമയത്ത് ഇൻകം ഫ്രം സാലറി 2,40,000, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 2,80,000. പിന്നെ വരുന്ന അഗ്രികൾച്ചർ ഇൻകം ആണ്. അഗ്രികൾച്ചർ ഇൻകം ശരിക്കും നമുക്കറിയാം എക്സംപ്റ്റഡ് ഇൻകം ആണ് അല്ലേ. പക്ഷെ അത് ആഡ് ചെയ്തതിന് ശേഷം എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ് അതിൻ്റെ ശരിയായ രീതി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അഗ്രികൾച്ചർ ഇൻകം 60,000 ആഡ് ചെയ്യുക, അതിനുശേഷം എക്സംപ്ഷൻ അണ്ടർ സെക്ഷൻ 10(1) ആണല്ലോ, 10 സബ്സെക്ഷൻ 1 ആണല്ലോ നമ്മൾ പണ്ട് പഠിച്ചത്. അപ്പം അങ്ങനെ എഴുതാം. ലെസ് എക്സംപ്ഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 60,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് ശരിക്കും. പക്ഷെ ഇതിൽ നമുക്ക് ഇനി മൈനസ് ചെയ്യാനുള്ള ഒന്നും ഡിഡക്ഷൻസും തരാത്തതുകൊണ്ട് ഇത് തന്നെയാണ് നമ്മൾ ടോട്ടൽ ഇൻകം. അപ്പം നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടി 5,20,000. നമുക്ക് ഓരോ ഏജിലുള്ളത് നമുക്ക് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ടാക്സ് ലയബിലിറ്റി ആണ് നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ 50 yearsൽ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, നമ്മൾ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിങ് അഗ്രികൾച്ചർ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ ഇൻകം അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, നമ്മൾ അഗ്രികൾച്ചർ ഇൻകം കൂടി ആഡ് ചെയ്യാം. 5,20,000 ആണ് നമ്മൾ ടോട്ടൽ ഇൻകം ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ അഗ്രികൾച്ചർ ഇൻകം കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ 5,80,000 ആയി. അതിനുശേഷം സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ ചെയ്യേണ്ടത് ഈ 5,80,000 മേലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. 5,80,000 മേലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 2,50,000 അതിൽ നിന്ന് എടുത്ത് മാറ്റാം, ടാക്സ് ഇല്ലാത്തത്. ബാക്കിയുള്ളതിൻ്റെ മേലെ വേണം ടാക്സ് കാണാൻ അല്ലേ. അപ്പോൾ ആദ്യം 2,50,000 നമ്മൾ ഒഴിവാക്കി. ബാക്കിയുള്ളതിൽ 2,50,000 അടുത്ത സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാബ് എന്ന് പറഞ്ഞാൽ 2,50,000 ആണല്ലോ. അതിൻ്റെ മേലെ 5% കാൽക്കുലേറ്റ് ചെയ്തു. പ്ലസ് ബാക്കി എത്രയുണ്ട്, ഇനിയിപ്പം 2,50,000 നമ്മൾ ഒഴിവാക്കി, 2,50,000 ഇവിടെ എടുത്തു 5%. ഇനി നമുക്ക് എത്രയുള്ളത് 80,000 അല്ലേ ബാക്കിയുള്ളതും. ടോട്ടൽ 5,80,000 നമ്മൾ 5,00,000 എടുത്തു കഴിഞ്ഞു. 2,50,000 എന്ന് പറഞ്ഞാൽ എടുത്തു. ബാക്കിയുള്ള 80,000 മേലെ 20%. അപ്പം നമുക്ക് കിട്ടുന്ന ടാക്സ് 28,500 ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എക്സംഷൻ ലിമിറ്റ്, ബേസിക് എക്സംഷൻ എന്ന് പറഞ്ഞാൽ 2,50,000 ആണല്ലോ ടാക്സ് കൊടുക്കേണ്ടാത്തത്. അത് പ്ലസ് അഗ്രികൾച്ചർ ഇൻകം ആഡ് ചെയ്യാം. അപ്പോൾ 2,50,000 പ്ലസ് അഗ്രികൾച്ചർ ഇൻകം 60,000, അപ്പോൾ 3,10,000 കിട്ടി. എന്നിട്ട് അതിൻ്റെ മേലെ ഇനി ടാക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ 3,10,000 മേലെ ടാക്സ് കാണാമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 2,50,000 നമ്മൾ എടുത്ത് മാറ്റണം ആദ്യം അല്ലേ. അതിന് ടാക്സ് ഇല്ലല്ലോ ഫസ്റ്റ് 2,50,000. അത് കഴിഞ്ഞ് ബാക്കി നമ്മുടെ കയ്യിൽ ഇനി 60,000 ഉള്ളൂ. അപ്പോൾ 60,000 മേലെ 5% ടാക്സ് കാണാം, 3,000 കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ രണ്ട് ടാക്സിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ആദ്യം കിട്ടിയ ടാക്സ് എത്രയായിരുന്നു, 28,500. രണ്ടാമത് കിട്ടിയിരിക്കുന്ന ടാക്സ് 3,000. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 25,500 കിട്ടി. ഇതാണ് നമ്മുടെ ടാക്സ് പേയബിൾ ആയിട്ട് എടുക്കേണ്ടത്. ആദ്യം ഒരു ടാക്സ് കണ്ടു, രണ്ടാമതൊരു ടാക്സ് കണ്ടു, ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഈ 25,500 ആണ് നമ്മൾ ടാക്സ്. ഇപ്പോൾ ടാക്സ് എപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ വല്ല വാല് പോലെ നമ്മൾ എന്ത് കാണണം, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആണ് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ 2020-21. അപ്പോൾ എന്ത് ചെയ്യുക,
ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. ഏതിൻ്റെ മേലെ കാൽക്കുലേറ്റ് ചെയ്യണം? ഈ ടാക്സ് ലാബിലിറ്റിയുടെ മേലെയാണ് കാണേണ്ടത്. 25,500 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ടാക്സ്. അതിൻ്റെ മേലെ 4% കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 1020 കിട്ടി. അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. രണ്ടും നമ്മൾ പേ ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് ടോട്ടൽ ടാക്സ് ലാബിലിറ്റി വരുന്നത് 26,520. ഇനി ഇതേ സംഭവം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഏജ് 62 ഇയേഴ്സ് ആയിട്ട് എടുക്കണം. 62 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് റേറ്റ് എടുക്കേണ്ടത് എത്രയാണ്? സീനിയർ സിറ്റിസന്റെ ടാക്സ് റേറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടോട്ടൽ ഇൻകം കാണാം. എങ്ങനെ കാണാം? ഈ ടോട്ടൽ ഇൻകം പ്ലസ് എന്ത് ചെയ്യണം? അഗ്രികൾച്ചർ ഇൻകം ആഡ് ചെയ്യാം. അപ്പോൾ 5,20,000 പ്ലസ് 60,000 ആഡ് ചെയ്തു. 5,80,000 കിട്ടി. ഇനി ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സീനിയർ സിറ്റിസന്റെ ടാക്സ് റേറ്റ് എടുക്കണം. സീനിയർ സിറ്റിസണിൽ എക്സംപ്റ്റഡ് എത്രയാണ്? 2,50,000 അല്ല 3 lakh ആണ്. ഇപ്പോൾ 3 lakh എടുത്ത് മാറ്റി അടുത്ത സ്ലാബ് എന്ന് പറയുന്നത് 3 lakh to 5 lakh ആയിരുന്നു അല്ലേ? എന്ന് വെച്ചാൽ 2 lakh ആണ് അടുത്ത സ്ലാബിലുള്ളത്. അപ്പോൾ 2 lakhന്റെ മേലെ 5% കണ്ടു. പ്ലസ് ബാക്കി എത്രയുണ്ട് ഇനി? ഇപ്പോൾ 5 lakh ആയി ടോട്ടൽ അല്ലേ? 3 lakh എക്സംപ്റ്റ് ചെയ്തു. അടുത്ത 2 lakh എടുത്തു. അതിൻ്റെ മേലെ 5% കണ്ടു. ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള 80,000 ആണ്. 80,000ന്റെ മേലെ 20% കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 26,000 ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ സെയിം ആണ്. നമുക്ക് ടാക്സ് റേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ബേസിക് എക്സംഷൻ പ്ലസ് അഗ്രികൾച്ചർ ഇൻകം. ഇവിടെ എക്സംഷൻ എത്രയാണ്? 2,50,000 അല്ല 3 lakh ആണ്. അപ്പോൾ 3 lakh പ്ലസ് അഗ്രികൾച്ചർ ഇൻകം 60,000. അപ്പോൾ 3,60,000. അതിൻ്റെ മേലുള്ള ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം അടുത്തത്. അപ്പോൾ 3,60,000 മേലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 lakh നമ്മൾ എക്സംഷൻ എന്ന് പറഞ്ഞാൽ എടുത്ത് മാറ്റി. ബാക്കി 60,000ന് മേലെ 5%. ഫസ്റ്റ് സ്ലാബിലാണ് വരുന്നത്. 5% കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3,000 കിട്ടി. ഇനി ടാക്സ് പേയബിൾ എങ്ങനെ കാണാം? നേരത്തെ കണ്ട 26,000 മൈനസ് ഇപ്പോൾ കിട്ടിയ ടാക്സ് 3,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 23,000. അപ്പോൾ ടാക്സ് പേയബിൾ കണ്ടുകഴിഞ്ഞാൽ അതിന് മേലെ നേരെ എന്ത് ആഡ് ചെയ്യണം? എഡ്യൂക്കേഷൻ സെസ് അല്ലെ? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. ഇപ്പോൾ 23,000ന്റെ 4% കണ്ടുപിടിക്കാം. 920 കിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് ലാബിലിറ്റി 23,920 കിട്ടി. അപ്പോൾ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സ്റ്റെപ്പൊക്കെ സെയിം ആണ്. ഇവിടെ ടാക്സ് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. എക്സംഷൻ ലിമിറ്റും ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് മിസ്റ്റർ എ കാൽക്കുലേറ്റ് ഹിസ് ടാക്സ് ലാബിലിറ്റി ഫോർ ദ അസസ്മെന്റ് ഇയർ 2021. 2021ലേക്കുള്ള ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ടഡ് 1,39,000. ഇപ്പോൾ സാലറി നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 1,39,000. സാലറി എല്ലാം നോർമലി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാൽക്കുലേറ്റഡ് ആയിട്ട് തന്നെ തരുന്നത്. നിങ്ങൾ കഴിഞ്ഞ സെമ്മിലുള്ള സാലറി കാൽക്കുലേഷൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. നെക്സ്റ്റ് ബിസിനസ് ഇൻകം തന്നിട്ടുണ്ട് 4,70,000. റോയൽറ്റി ഓൺ ബുക്സ് തന്നിട്ടുണ്ട് 30,000. റെന്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അതും കമ്പ്യൂട്ടഡ് ആണ് 14,000. ഇപ്പോൾ റെന്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ചിലപ്പോൾ കമ്പ്യൂട്ടഡ് അല്ലാതെ തരുന്ന കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറില്ല ഹൗസ് പ്രോപ്പർട്ടി, അതുപോലെ ചെയ്യണം. ഒന്നും തന്നില്ല, ജസ്റ്റ് റെന്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടഡ് അല്ലാത്തത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% മൈനസ് ചെയ്യണം. നെക്സ്റ്റ് ഡിവിഡൻഡ് ഇൻകം തന്നിട്ടുണ്ട് 15,200. ബാങ്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 8,800. ഇൻകം ഫ്രം മൈനേഴ്സ് ആണ് 15,000 തന്നിട്ടുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ട് 30,000. കോൺട്രിബ്യൂഷൻ ടു PPF തന്നിട്ടുണ്ട് 30,000. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് 10,000. ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് 8,000. ഡൊണേഷൻ ടു നാഷണൽ ഡിഫൻസ് ഫണ്ട് 35,000. ഇത്ര ഇൻഫർമേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ഹെഡിലാണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഓരോ ഹെഡായിട്ട് നോക്കാം. ഇൻകം ഫ്രം സാലറിയിലെ നമ്മളെ ഫസ്റ്റ് ഹെഡ് ആ ബേസിൽ നോക്കാം. ആദ്യം ഇൻകം ഫ്രം സാലറി നോക്കാം. സാലറി നമുക്ക് തന്നിട്ടുണ്ടോ? 1,39,000 അല്ലേ? ഇല്ലെങ്കിലും നിങ്ങൾ ഓരോ ഹെഡ് എഴുതുന്നത് നല്ലതായിരിക്കും. ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞിട്ട് നില്ല് കാണിച്ചാലും മതി. നെക്സ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അതും നമുക്ക് തന്നിട്ടുണ്ട്. ആ ഓർഡറിൽ തന്നെ എഴുതുന്നതാണ് നല്ലത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് 14,000 തന്നിട്ടുണ്ട്, അത് എഴുതി. നെക്സ്റ്റ് ഇൻകം ഫ്രം ബിസിനസ് അല്ലേ? ഇപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് നമുക്ക് ബിസിനസ് ഇൻകം 4,70,000 തന്നിട്ടുണ്ട്, അത് എഴുതാം. നെക്സ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ടായിരുന്നു 30,000, അത് എഴുതി. ഇനി ലാസ്റ്റ് സോഴ്സ് ഇൻകം ഫ്രം അതർ സോഴ്സ് അല്ലേ? ലാസ്റ്റ് ഹെഡ്. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഒന്ന് നമുക്ക് റോയൽറ്റി തന്നിട്ടുണ്ട്.
ഡിവിഡൻഡ് ഇൻകം തന്നിട്ടുണ്ട്, ബാങ്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഇത്രയാണല്ലോ നമുക്ക് തന്നിരിക്കുന്ന ഇൻകം. അപ്പോൾ ഈ റോയൽറ്റി നമുക്ക് 30,000 തന്നിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. ഡിവിഡൻഡ് ഇൻകം എന്ന് മാത്രം തന്നു കഴിഞ്ഞാൽ ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി എന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ. അപ്പോൾ അത് എക്സംപ്റ്റഡ് ആണ് അല്ലേ. ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി മാത്രമേ നമുക്ക് ടാക്സബിൾ ഉള്ളൂ. അതുകൊണ്ട് ഇത് എക്സംപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് അല്ലേ, ബാങ്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നല്ലോ 8,800. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 38,800 നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സ് കിട്ടി. ഇനി ഹെഡ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇൻകം ഫ്രം മൈനർ സൺ തന്നിട്ടുണ്ടായിരുന്നു. മൈനർ സണ്ണിൻ്റെ നമുക്ക് എടുക്കേണ്ടാത്ത കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. പിന്നെ സ്വന്തം ലേബറിൽ വന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാൻഡിക്യാപ്ഡ് ചൈൽഡ്, അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ടാക്സബിൾ ആയി തന്നെ എടുക്കാം. ഇൻകം ഫ്രം മൈനർ സണ്ണ്, ഒരു മൈനർ ചൈൽഡിൻ്റെ ടാക്സബിൾ ആകുമ്പം അതിൽ നമുക്ക് എക്സംഷൻ ഉണ്ടല്ലേ 1,500. അപ്പോൾ 1,500 മൈനസ് 8 ബാക്കി വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ ഇൻകം ഫ്രം മൈനർ സൺ എടുത്തു 13,500. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ഹെഡും എടുത്തു. ഹെഡ് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ്, വേറെ എന്തെങ്കിലും ക്ലബിംഗ് ഉണ്ടോ നോക്കണം. അതിനുശേഷം സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡോ സെറ്റ് ഓഫോ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. അപ്പോൾ ഇവിടെ ക്ലബിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലബിങ്ങിൻ്റെ ഇൻകം ഫ്രം മൈനസ് സണ്ണും കൂടി നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകത്തിലെത്തും. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ATCയിലുള്ള എന്തെങ്കിലും ഡിഡക്ഷൻസ് തന്നിട്ടുണ്ടോ. നമുക്ക് ടോട്ടൽ എന്തൊക്കെ ഡിഡക്ഷൻ തന്നിരിക്കുന്നതെന്ന് ആദ്യം നോക്കാം. കോൺട്രിബ്യൂഷൻ ടു PPF, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, ഡൊണേഷൻ ടു നാഷണൽ ഡിഫൻസ് ഫണ്ട്, ഇത്രേ തന്നിരിക്കുന്നത് അല്ലേ. ഇതിൽ കോൺട്രിബ്യൂഷൻ ടു PPFും അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡും ഏതിലാണ് വരുന്നത്, ATC അല്ലേ. അപ്പോൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ ATC എന്ന് പറഞ്ഞിട്ട് അത് രണ്ടും കൂടി കാണിക്കാം. നെക്സ്റ്റ് വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഏതിലായിരുന്നു, 80D ആണ്. അപ്പോൾ 80Dയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം കാണിക്കുക 8,000. പിന്നെ നമ്മുടെ ഡൊണേഷൻ ടു നാഷണൽ ഡിഫൻസ് ഫണ്ട് 35,000 ഉണ്ട്, 80G ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 80Gയിൽ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ 35,000 ആണ് ഇവിടെ അല്ലേ. 35,000 ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ്, 7,05,300 ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും 10% കുറവേ ഇത് വരുന്നുള്ളൂ അല്ലേ. നമ്മൾ മാക്സിമം ലിമിറ്റിൽ കുറവാണ് വരുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് മൈനസ് ചെയ്യാം. ഡൊണേഷൻ ടു നാഷണൽ ഡിഫൻസ് ഫണ്ട് 35,000, 100% ഡിഡക്ഷൻ വരുന്ന സംഭവമല്ലേ. അപ്പോൾ നേരെ അങ്ങ് മൈനസ് ചെയ്താൽ മതി 35,000. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ ഇൻകം 6,22,300. ഇപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടു, ടോട്ടൽ ഇൻകം കണ്ടു. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത്, നമ്മൾ ഈ ടാക്സിൻ്റെ മേലെ സ്ലാബ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അവിടെ എന്തെങ്കിലും നമ്മുടെ സ്പെഷ്യൽ റേറ്റ് കൊടുക്കേണ്ട സംഭവം ഉണ്ടോ നോക്കാം. സ്പെഷ്യൽ റേറ്റ് കൊടുക്കേണ്ട സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഫോർ വിച്ച് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഈസ് പെയ്ഡ്, പിന്നെ ലോട്ടറി അതുപോലത്തെ ഇൻകംസ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിന് സെപ്പറേറ്റ് റേറ്റ് ആണ്. അപ്പോൾ അത് ഒഴിവാക്കി ബാക്കിയുള്ളവരുടെ മേലെ വേണം നമ്മൾ നോർമൽ ടാക്സ് റേറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അത് നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ ഇൻകം 6,22,300 നിന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ 5,29,300 കിട്ടി. ഈ 5,29,300 വേണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബക്കറ്റിലിട്ട് സ്ലാബ് കൊടുക്കാനായിട്ട് അല്ലേ. അപ്പോൾ ആദ്യം അതിൽ നിന്ന് എത്ര എടുത്ത് മാറ്റാം, ഫസ്റ്റ് 25,000 എടുത്ത് മാറ്റാം, അതിന് ടാക്സ് ഇല്ല. രണ്ടാമത്തെ സ്ലാബ് എത്രയായിരുന്നു, 25,000 2,50,000. അടുത്ത സ്ലാബ് എത്രയായിരുന്നു, പിന്നെയും വരുന്നത് 2,50,000 ആണ് അല്ലേ. അപ്പോൾ അടുത്ത 2,50,000 മേലെ നമ്മൾ കൊടുക്കേണ്ടത് 5% ആണ്. ഇപ്പോൾ എത്ര എടുത്ത് മാറ്റി, നമ്മൾ 5 lakh എടുത്ത് മാറ്റിയില്ലേ. ഫസ്റ്റ് 2,50,000 എടുത്ത് മാറ്റി, അതിന് ടാക്സ് ഇല്ല. അടുത്ത 2,50,000-ന് 5%. ഇത് സീനിയർ സിറ്റിസൺ എന്നെല്ലാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സാധാരണ റേറ്റ് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് 3 lakh ഒക്കെ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ സാധാരണ റേറ്റ് എടുത്തു. അപ്പം നെക്സ്റ്റ് 2,50,000 മേലെ 5% കണ്ടുപിടിച്ചു, 12,500. ഇപ്പോൾ 5 lakh നമ്മൾ എടുത്ത് മാറ്റി. ഇനി എത്രയുള്ളത്, 5,92,300 അല്ലേ നമ്മൾ ടോട്ടൽ ഉണ്ടായിരുന്നത്. അതിന് 92,300 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 92,300 മേലെ നെക്സ്റ്റ് റേറ്റ് എത്രയാണ്, 20%. അത് ചാർജ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടി, 18,460 അത് കിട്ടി. അപ്പോൾ ആ 5,92,300 കംപ്ലീറ്റ്ലി തീർന്നു. എന്ന് നമ്മൾ മാറ്റി വെച്ചൊരു സാധനം ഉണ്ടല്ലോ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലേ. അതിൻ്റെ മേലെ സെപ്പറേറ്റ് റേറ്റ് ചാർജ് ചെയ്യണം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് എത്രയായിരുന്നു, 20% ആണ് അല്ലേ. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് ആയ 20% അതിൻ്റെ മേലെ കൊടുക്കാം. അപ്പോൾ 30,000 × 20% എന്ന് പറഞ്ഞിട്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം.
അപ്പോൾ അത് 6000 കിട്ടി. ഇനി എല്ലാം കൂടി ആഡ് ചെയ്യാം. എല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 36,960 കിട്ടി. ഇനി ഇതിൻ്റെ മേലെ നെക്സ്റ്റ് എന്ത് ചെയ്യണം? ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ മേലെ ഒന്നും നോക്കണ്ട, 4% സെസ് ആഡ് ചെയ്യണം. അപ്പോൾ ഈ 36,960യുടെ 4% സെസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ സെസ് നമുക്ക് 1,478 കിട്ടി. അപ്പോൾ ടോട്ടൽ ടാക്സ് പേയബിൾ 38,438. ശരിക്കും പറഞ്ഞാൽ ടാക്സ് പേയബിൾ നമ്മൾ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്ത് കാണിക്കും. ഇപ്പം നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യുവാണെങ്കിൽ 38,400 എത്ര വരും? 40 വരും അല്ലേ? 38 അല്ലേ? അപ്പോൾ 40ലേക്ക് കൺവേർട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ടോട്ടൽ ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കാണിച്ചാൽ മതി. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്ന് അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ഇൻ്റഗ്രേഷൻ വരുന്ന പ്രോബ്ലം. അപ്പം അതിൽ ഒന്നും ചെയ്യാനില്ല, നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ടോട്ടൽ ഇൻകം പ്ലസ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന അഗ്രികൾച്ചർ ഇൻകം ആഡ് ചെയ്യുക, അതിൻ്റെ മേലെ ഒരു റേറ്റ് കാണാം. അതിനുശേഷം ബേസിക് എക്സംഷൻ പ്ലസ് അഗ്രികൾച്ചർ ഇൻകം ചെയ്യുക, അതിൻ്റെ മേലെ ഒരു റേറ്റ് കാണാം. രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കുക, അതായിരിക്കും നമ്മളെ ടാക്സ്. അതിൻ്റെ മേലെ പിന്നെ എപ്പോഴും ചാർജ് ചെയ്യുന്ന പോലെ സെസ് ചാർജ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ നോർമൽ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന, അതുപോലെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഹെഡും നമ്മൾ ആദ്യം കാണിക്കുക, അതിനുശേഷം ക്ലബിങ്ങോ സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് ഇത് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക? എക്സംഷൻസ് സെക്ഷൻസ് തന്നെ നോട്ട് ചെയ്ത് കാണിക്കാൻ ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ കംപ്ലീറ്റ് മാർക്ക് കിട്ടുള്ളൂ. വെറുതെ എക്സംഷൻ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് മൈനസ് ചെയ്യാൻ പാടില്ല. ഏത് സെക്ഷനാണ് ATC ATD ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സെക്ഷൻസ് നല്ലപോലെ പഠിച്ചു വെക്കാം. അപ്പോൾ ATC ATD ഏതൊക്കെയാണ് വരുന്നത് അത് സെക്ഷൻ വൈസ് കാണിക്കാം, അതും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം കിട്ടി. അതിൻ്റെ മേലെ ടാക്സ് റേറ്റ് ചാർജ് ചെയ്യുക. ടാക്സ് റേറ്റ് ചാർജ് ചെയ്യുന്നതിന് മുന്നേ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, പിന്നെ ലോട്ടറി വിന്നിങ്സ് അതുപോലത്തെ എന്തെങ്കിലും കാഷ്വൽ ഇൻകം ഉണ്ടെങ്കിൽ അതിനെ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ടാക്സ് റേറ്റ് കാണിക്കാൻ. അതിനുശേഷം അതിൻ്റെ ആ മാറ്റി വെച്ചതിന് സെപ്പറേറ്റ് റേറ്റും കൂടി കാണിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.